ഈ സംഭവനൊക്കെ ഉണ്ട് ഇത്. ഓക്കെ, എടാ ഞാൻ ഓരോ വാല്യൂ അടിക്കണ്ടേ? ഓരോ വാല്യൂ അടിക്കാം. എക്സിൽ അതിൻ്റെ വില അല്ലേ 40-45 വരുന്നേ അല്ലേ? ഇത് വേണ്ടേ. ഇനി ഇതിനകത്തുള്ള വാല്യൂ എന്ന് വെച്ചാൽ ഈ ലാസ്റ്റുള്ള ഐ ഡാഷ് അല്ലേ അടിക്കണ്ടേ? 80 ഡിഗ്രി 52 മിനിറ്റാണ് വരിക. നേരെ ഫസ്റ്റ് 80 അടിക്കും അല്ലേ എടാ? അവിടെ നേരെ 80 പോയിന്റ് അല്ലേ വരുക? 80 പോയിന്റ് 52 ഡിഗ്രി 30 മിനിറ്റ്. 52 ഡിഗ്രി 30 മിനിറ്റ് പോയിന്റിന് ശേഷം ഉള്ളത്. അത് ഹരിക്കണ്ടേ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് കാണിക്കാം, ഒന്നിങ്ങോട്ട് കാണിക്കാം. അത് അന്നേരം 52.5. അതെങ്ങനെ 52 ഡിഗ്രി വരുന്നുണ്ടോ? 52 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 0.5 ഡിഗ്രി. 30 മിനിറ്റ് വെച്ചാൽ 0.5 ഡിഗ്രി. 30 മിനിറ്റ് 0.5 ഡിഗ്രി അല്ലേ? ഡിവൈഡ് ബൈ 60 ചെയ്യാം. അങ്ങനെ 0.875 വരും. അപ്പോൾ 80.875 അല്ലേ? അടുത്തെന്ന് വെച്ചാൽ 68 ഡിഗ്രി 18 മിനിറ്റ് 15 മിനിറ്റാ 18 എടുത്തോ. അന്നേരം ജസ്റ്റ് 68 അടിക്കുക. 68 ഫസ്റ്റ് 18 ഡിവൈഡഡ് ബൈ 60, പിന്നെ 18 ഡിവൈഡ് ബൈ 60 അല്ലേ? ഇപ്പം അതിന് ശേഷം ഇപ്പോൾ 15 മിനിറ്റ് വന്നില്ലെങ്കിൽ 15 ഡിവൈഡ് ബൈ 60. ഇപ്പോൾ 16 ആകുമ്പോൾ 16 ഡിവൈഡ് ബൈ 60 വരും അല്ലേ? ഇവിടെ 15 ഉള്ളതുകൊണ്ട് 15 ഡിവൈഡ് ബൈ 60 ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അത്രയാണ് 60 ഡിഗ്രി അല്ലേ? 68 ഡിഗ്രി 2.5 അല്ലേ? അടുത്ത 61 ഡിഗ്രി 3 മിനിറ്റ്. അപ്പോൾ 61.3 ഡിവൈഡ് ബൈ 60 3 ഡിവൈഡ് ബൈ 60 അല്ലേ? 0.05 61.05 ആടോ. ഒരു മിനിറ്റ് അടുത്ത 56 ഡിഗ്രി 3 മിനിറ്റ് 15 സെക്കൻഡ്. 3 മിനിറ്റ് 3.15 സെക്കൻഡ് പറയുമ്പോൾ 2.5 3.25 അല്ലേ? 0.0541 30 സെക്കൻഡ് വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത്? 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് അല്ലേ? 1 മിനിറ്റ് 60 സെക്കൻഡ്. ഇവിടെ 52 ഡിഗ്രി 30 അല്ല 52 മിനിറ്റ് 30 സെക്കൻഡ്. 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് പകുതി അന്നേരം 0.5. 1 സെക്കൻഡ് അത് 60ന്റെ പകുതി 30 അപ്പോൾ അത് 0.5. ഒരു ഇതാണെങ്കിൽ 1 വരും അങ്ങനെ. എന്ത് ഒരു ഇതാണെങ്കിൽ പിന്നെ അത് ഫസ്റ്റത്തെ 80 ഡിഗ്രി 52 മിനിറ്റ് 30 സെക്കൻഡ്. അപ്പോൾ അതിനകത്ത് ആദ്യം 30 ഡിവൈഡ് ബൈ 60 ചെയ്യുക. ആദ്യം 30 ഡിവൈഡ് ബൈ 60 വെച്ചാൽ 0.5 ആൻസർ കിട്ടും. എന്നിട്ട് 52 അതിനോട് 52 കൂട്ടുക. അന്നേരം 52 ഡിഗ്രി അല്ല 52.5 കിട്ടും. ഡിവൈഡ് ബൈ 60 ഒന്നും പിടിച്ചല്ലേ? അതായത് ആദ്യം സെക്കൻഡിനെ ഹരിച്ച് 60 കൊണ്ട് ഹരിക്കുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിന് 60 കൊണ്ട് ഹരിക്കുക. അവിടെ 52 കൂട്ടുമ്പോൾ അല്ലേ? അതായത് ആദ്യം 30നെ 60 കൊണ്ട് ഹരിച്ചാകുമ്പോൾ ഒരു ആൻസർ കിട്ടും. അത് പ്ലസ് രണ്ടാമതുള്ള 52 മിനിറ്റ് എടുക്കുക. ആ മിനിറ്റ് അല്ലേ 52 മിനിറ്റ് വരുന്നത്? അപ്പോൾ 52 മിനിറ്റും കൂടി 60 കൊണ്ട് 52 ആ 30 ഡിവൈഡ് ബൈ 60 കൊണ്ട് 52 കൂട്ടുക. കൂട്ടിയതിന് ശേഷം അത് മറ്റേ ഹരിക്കുക. 60 കൊണ്ട് ഹരിച്ചാൽ ഒരു ആൻസർ കിട്ടും. അപ്പോൾ 50 58.0 ഇങ്ങനെ ഒരു ആൻസർ അല്ലേ? 0.75 0.85 വരും അല്ലേ? എടാ അതിനകത്ത് ഇത് അടിച്ചാകുമ്പോൾ സെലക്ട് ചെയ്യല്ലേ വേണ്ടേ? സെലക്ട് ചെയ്യാൻ ഡബിൾ ക്ലിക്കാ? അന്നേരം അല്ലേ? എന്നിട്ട് പ്ലോട്ട് പ്ലോട്ട് ലൈൻ പ്ലസ് സിമ്പിൾ സ്പ്ലൈൻ അല്ലേ? സ്പ്ലൈൻ വെക്കുക. അല്ല ഇത് പേര് മാറ്റണ്ടോ? ഐ ഡാഷല്ലോ അത് വേണ്ടി എടാ ഒന്ന് ആയിക്കോ. ആടെ തൊട്ട് പോകണ്ടേ? അല്ല ആടെ തൊട്ടാ തൊട്ടിച്ച് ആടെ എടാ ഒറ്റ ഐ ഡാഷ് സ്ക്വയർ ഇല്ലേ? അപ്പോൾ ആടെ ഒരു 1 കൂടി ഇട്ട് കൊടുത്തായി. ആടെ അയ്യാടാ. ഓക്കെ എടാ മതി ഒരു 5000 വെച്ചോ. ഒഴിവാക്കിയാ നമുക്ക് തിരിയില്ലേ? സാധനം തിരിഞ്ഞില്ലേ? അതിൻ്റെ തിരിഞ്ഞ് എടാ ഇനി സേവ് വെക്കാം. ഇനി സേവ് വെക്കാം. മറ്റേ മാറ്റണ്ടോ? മറ്റേ മാറ്റണ്ട. ഒന്ന് വരെ ഐ ഡാഷ് ഐ സ്ക്വയർ അല്ലേ? ചെപ്പ് കിട്ടും. ലെങ്തി വീഡിയോ കേട്ടാ. സ്ക്വയറിൻ്റെ ഒരു 1 കൊടുക്കുക. എക്സ് സ്ക്വയർ ഒക്കെ ആയിട്ടൊരു 1 കൊടുക്കാടാ.
എൻ്റെ HR അങ്ങനെയില്ല. ഒരു അയ്യ ക്യാപിറ്റൽ ഐ കൊടുത്താൽ തിരിയുക, അല്ല സ്മോൾ ഐ കൊടുക്കുന്ന എടാ ഇപ്പം ഇതാ ഇനി സേവ് ആക്കുന്ന എങ്ങനെയാണ് ഫയലിൽ പോയിട്ട് മുകളിലാണ് കൊടുക്കണ്ടേ ശരി. ഫയലിൽ പോവാ സേവ് പ്രൊജക്റ്റാ പ്രിൻ്റാ സേവ് പ്രൊജക്റ്റാസ് പ്രൊജക്റ്റാസ് വിൻഡോ സേവ് പ്രൊജക്റ്റാസ് അല്ലേ? സേവ് പ്രൊജക്റ്റാസ് പേരോടെ വരും എന്താ വന്നിച്ചാ ഇനി പേരടിച്ചങ്ങ് സേവ് ആക്കി പറയാം. OPG പറ്റി പേരടിക്കാൻ OPG പറ്റി PDF അല്ല OPG തന്നെയാന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും അടിക്കല്ലേ അല്ലേ ഇനി എന്തോ ഇനി ഇതിലൊക്കെ എടുക്കണം. അവസാന സെറ്റ് അല്ലെങ്കിൽ